നിങ്ങളെ നന്നാക്കാൻ നിങ്ങൾക്കേ പറ്റുള്ളൂ, നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ സാക്ഷാൽ ഗുരുവായൂരപ്പനെ കണ്ണുകൊണ്ട് കണ്ടോളൂ. സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ലെങ്കിൽ ഒരു ഗുരുവായൂരപ്പനും നിങ്ങളെ രക്ഷിക്കില്ല. നോക്കൂ, ഇന്ന് ലോകത്തിൽ എല്ലാവർക്കും അവസരമുണ്ട്. പക്ഷെ പലരും അവരവരുടെ മേഖലയിൽ ആത്മാർത്ഥത വളരെ കുറവാണ്. ആണോ? ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ മകൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു. ആ കുട്ടി രാവിലെ എണീക്കണു, വിളക്ക് വെക്കണു, വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നു, അവൾ അടുക്കളയിൽ വേണ്ട ആഹാരമൊക്കെ പാകം ചെയ്യണു, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണു, ജോലിക്ക് പോണു, വൈകുന്നേരം വന്നോ മേല് കഴുകണു, ഒരു വിളക്ക് വെക്കണു, ലളിതാ സഹസ്രനാമം എന്താ ചൊല്ലണു. അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് ബഹുമാനം ഉണ്ടാവൂല്ലയോ? ഉണ്ടാവോ? എന്നാൽ രാവിലെ 8:30 എണീക്കണു, കുളിക്കാതെ അടുക്കളയിൽ വരുന്നു, ഒരു കാപ്പി ഉണ്ടാക്കി കഴിക്കുന്നു, വേറെ ആർക്കും വേണോന്ന് പോലും ചോദിക്കുന്നില്ല. എന്നിട്ട് അത് കഴിഞ്ഞ് കുളിച്ച് ആ മുടിയൊക്കെ അങ്ങനെ തന്നെ പറത്തിയിട്ട് എന്നിട്ട് അടുക്കളയിൽ വന്ന് അമ്മ ഉണ്ടാക്കിയ പുട്ടും കടലയും പാക്ക് ചെയ്ത് ജോലിക്ക് അങ്ങോട്ട് ഇറങ്ങണു. വൈകുന്നേരം വരുന്നു, വീട്ടിലെത്തിയിട്ട് മൊബൈൽ തോണ്ടിയിരിക്കണു. 100 പ്രാവശ്യം കഴിഞ്ഞാലേ മെയിൽ കഴുകുള്ളൂ. ഒരു നാമവും ഇല്ല, ഒന്നുമില്ല. ഭക്ഷണം കഴിക്കണു, പോയി കിടന്നുറങ്ങണു. തോണ്ടി പുറത്തിടുക അതിനെ. എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങൾ പുറത്തിടുകയോ ഇല്ലയോ? ഞാൻ പാമ്പിന്റെ കാര്യമല്ല പറഞ്ഞത്. മതിയാവോ? അധികം കൊണ്ടുപോകാൻ പറ്റുമോ? പറയൂ. ഇല്ല. അപ്പൊ നോക്കൂ, നിങ്ങൾ ആത്മാർത്ഥതയുണ്ടാകുമ്പോഴല്ലേ ആദരവുണ്ടാവുന്നത്. ആണോ? ആത്മാർത്ഥതയില്ലെങ്കിൽ ഇന്നത്തെ കുട്ടികളോട് എന്തേ സമൂഹത്തിന് ആദരവ് നഷ്ടപ്പെട്ടത്? ചെയ്യുന്ന കാര്യത്തിൽ ആത്മാർത്ഥതയുള്ളവർ വളരെ കുറവാണ്. അത് പറയാൻ നിങ്ങൾക്ക് ഒരു കുറവുമില്ല, അതാ വേറെ കാര്യം. അതാ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നതായിരുന്നു. ഒരു ക്ഷേത്രത്തിൽ പോയാൽ പ്രദക്ഷിണം വെക്കണം, ഓങ്കാരാദി മന്ത്രം ചൊല്ലണം, രൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് പറയണം, നാരായണായേതി സമർപ്പയാമി. എൻ്റെ കർമ്മങ്ങൾ, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങൾ, എനിക്ക് വരുന്ന അവസരങ്ങളെ ആത്മാർത്ഥതയോടെ ചെയ്യാൻ എനിക്ക് സാധിക്കണം. പിന്നെന്താ പറയേണ്ടത്? രണ്ടാമത്തത്, എന്തു വന്നാലും അത് ഭഗവാന്റെ ഒരു പ്രസാദ ബുദ്ധിയോടെ എനിക്ക് കാണാൻ സാധിക്കണം. ഒരു പ്രസാദ ബുദ്ധിയോടെ, അതായത് വിഷമങ്ങൾ വന്നാലും അതും വരും, അതും എല്ലാം നല്ലതിനായിരിക്കാം എന്നുള്ള രൂപത്തിൽ ഒരു മെന്റൽ പവറോടുകൂടി അതിനെ ഉൾക്കൊള്ളാൻ എനിക്ക് സാധിക്കണം. മൂന്നാമത്, മറ്റുള്ളവരെ കഴിയുന്നത്ര സഹായിക്കാനുള്ളൊരു വിശാല മനസ്സെനിക്ക് വേണം. ഇതൊക്കെ കൊണ്ട് നടക്കുമ്പോഴുണ്ടല്ലോ, ഒരു വ്യക്തിയിൽ ക്രമേണ മാറ്റങ്ങളും പരിവർത്തനങ്ങളും വികാസങ്ങളും ഒക്കെ ഉണ്ടാകും. എന്നാൽ മനുഷ്യൻ എത്ര അമ്പലത്തിൽ പോയി, നിങ്ങൾ സാക്ഷാൽ ഗുരുവായൂരപ്പനെ കണ്ണുകൊണ്ട് കണ്ടോളൂ, സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ലെങ്കിൽ ഒരു ഗുരുവായൂരപ്പനും നിങ്ങളെ രക്ഷിക്കില്ല. സത്യസന്ധമായി പറയാണ്, ഗുരുവായൂരപ്പന്റെ മുന്നിലിരുന്നിട്ടാ പറയുന്നത്. ഞാൻ വെറുതെ പറയല്ലത്. കാരണം അതാണ് ഗുരുവായൂരപ്പൻ ശാസ്ത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. വെറുതെ നിങ്ങൾ തൊഴുതു പോയത് കൊണ്ട് യാതൊരു പറയൂ നിങ്ങൾ, ആ ഹിന്ദുക്കൾ ഓർക്കണം, വെറുതെ തൊഴുതു പോവാനല്ല അമ്പലം വെച്ചത്. ഭഗവാൻ അതാ പറയുന്നത്, നിങ്ങൾ എന്നെ വെറുതെ കണ്ടുപോയിട്ട് യാതൊരു കാര്യമില്ല. ജീവിച്ചിരുന്ന കൃഷ്ണനെ കിട്ടിയിട്ട് കണ്ടിട്ട് കാര്യമില്ല പറഞ്ഞാൽ പിന്നുണ്ടോ വിഗ്രഹം കണ്ടിട്ട്? ജീവിച്ചിരുന്ന കൃഷ്ണനെ കണ്ടിട്ട് ദുര്യോധനൻ എന്ത് മാറ്റം ഉണ്ടായി? കംസൻ എന്ത് മാറ്റം ഉണ്ടായി? മനസ്സിലായില്ലേ? എത്രയോ ആളുകൾ കൃഷ്ണനെ കണ്ടിട്ടില്ലേ? ശിശുപാലൻ, ജരാസന്ധൻ കണ്ടിട്ടില്ലേ? മനസ്സിലാവുണ്ടോ? നോക്കൂ നിങ്ങൾ, ഇന്നും കൃഷ്ണന്റേതെന്ന് പറയുന്ന ഭൂമി, വൃന്ദാവനം പോലുള്ള ഭൂമി, ശരിക്കും ഇവിടെ കൃഷ്ണൻ ഇത്രയും പ്രസിദ്ധമാവാൻ കാരണം ഭാഗവതത്തിലൂടെയാണ് പ്രസിദ്ധനായത്. ക്ഷേത്രം കൊണ്ടല്ല പ്രസിദ്ധമായത്. ആഞ്ഞം നമ്പൂതിരിയെ പോലുള്ളവര് ഭാഗവതത്തിലൂടെ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചിങ്ങനെ ലോകത്തിൽ എല്ലാവർക്കും ഗുരുവായൂരപ്പനെ മനസ്സിലായി. ഭാഗവതത്തിലൂടെയാണ് ഗുരുവായൂരപ്പൻ സുപ്രസിദ്ധനായത്. ആണോ അല്ലയോ? അപ്പം അങ്ങനെയുള്ളൊരു ഗുരുവായൂരപ്പൻ ഭാഗവതത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്, ഒരു ക്ഷേത്രത്തിൽ എന്തിനാ പോകുന്നത്? പ്രദക്ഷിണം വെക്കണം, ഓങ്കാരാദി മന്ത്രം ചൊല്ലണം, മനസ്സിൽ കണ്ട് ആത്മസമർപ്പണം ചെയ്ത് കർത്തവ്യം, അനുഭവം, അതുപോലെ സേവനം, ഇത് മൂന്നും ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, പരിശീലിക്കാൻ വേണ്ടിയാണ് ഒരു ക്ഷേത്രം വച്ചിട്ടുള്ളത്.
ഒന്ന് പറയാൻ പറ്റൂ ഞാൻ പറഞ്ഞത്? എന്തിനാണ് ഒരു ക്ഷേത്രം വെച്ചിട്ടുള്ളത്? ഒരു ക്ഷേത്രം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു വിഗ്രഹം അങ്ങോട്ട് ദൈവമായി മാറും തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് മാറും തോന്നുന്നുണ്ടോ? അങ്ങനെ മാറാൻ പറ്റില്ല. ഇവിടെ പണ്ട് മാപ്പിള കലഹം എന്നൊരു ലഹള വന്നില്ലേ പണ്ട് കാലത്ത്? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മലബാർ ലഹള കേട്ടില്ലേ? മലബാർ ലഹളയിലാണോ അറിയില്ല, എനിക്ക് തോന്നുന്നു ഈ തീപിടുത്തുള്ള സമയത്ത് പണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന് അഗ്നിബാധ ഉള്ളപ്പോഴാണോ ഇല്ല, ഗുരുവായൂരപ്പൻ കുറച്ചു കാലം അമ്പലപ്പുഴ പോയി താമസിക്കണ്ടായി. കേട്ടിട്ടുണ്ടോ അറിയില്ല ആരെങ്കിലും? കേട്ടിട്ടുണ്ടോ? ഈ വിഗ്രഹം തന്നെ ഇവിടുന്ന് എടുത്തുകൊണ്ടുപോയി അമ്പലപ്പുഴ കൊണ്ടുവച്ചിരുന്നു. അപ്പോ എനിക്ക് തോന്നുന്നു കലാപത്തിന്റെ സമയത്തായിരുന്നു ആക്രമണത്തിന്. കാര്യം ഗുരുവായൂരപ്പന്റെ വിഗ്രഹം തല്ലിപ്പൊട്ടിക്കുമായിരുന്നു. ശബരിമല അയ്യപ്പന്റെ അമ്പലത്തിലുള്ള വിഗ്രഹം ആദ്യം അതൊരു ദാരുശില്പമായിരുന്നു. ദാരു എന്ന് പറഞ്ഞ മരം കൊണ്ട് അതിനെ ക്രിസ്ത്യൻസ് കത്തിച്ചു കളഞ്ഞു. പിന്നെ കരിങ്കല്ല് കൊണ്ട് ശ്രീ ചിത്ര തിരുനാള് പ്രതിഷ്ഠ വെച്ചത് അതും പൊട്ടിച്ചു കളഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോഴത്തെ പഞ്ചലോഹ വിഗ്രഹം. കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ ഒറിജിനൽ വിഗ്രഹം അല്ല ഇപ്പോഴത്തെ വിഗ്രഹം. അത് തല്ലി പൊട്ടിച്ചു മുഗളന്മാരുടെ കാലത്ത്, ഔറംഗസീബിന്റെ കാലത്ത്. ഇപ്പം പിന്നീട് അഹല്യാദേവി വെച്ച, അഹല്യ എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലെ രാജ കുടുംബത്തിലെ അമ്മ, അവർ വെച്ച വിഗ്രഹമാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ആരാധന വെച്ചത് വിഗ്രഹം ഒരു ദൈവമായി നമ്മളെ ശരിയാക്കുമെന്ന് പറയാനല്ല. വിഗ്രഹം വെച്ചത് നമ്മളെ പരിവർത്തനം വരുത്തി നമ്മളെ മാനസികമായി ഉയർത്താൻ വേണ്ടിയിട്ടാണ്. അവനവനെ ഉയർത്താനുള്ള ഒരു സങ്കേതമാണ്, സാധനാ കേന്ദ്രമാണ് ഏത്? ക്ഷേത്രം. അപ്പൊ ഈ 3 കാര്യങ്ങൾ മറക്കരുത്, എല്ലാവരും ഓർത്ത് വെക്കണം. ഒരു ക്ഷേത്രത്തിൽ പോയാൽ പ്രദക്ഷിണം വെക്കണം. എന്ത് വേണം? അതെന്തിനാണത്? തമോ ഗുണത്തെ അവർക്ക് പറയൂ രജോ ഗുണമാക്കാൻ. 2, ഓങ്കാരാദി മന്ത്രങ്ങൾ ജപിക്കണം. അതെന്തിനാണത്? രജോ ഗുണത്തെ സത്വഗുണത്തിലേക്ക് ഉയർത്താൻ. അപ്പോഴാണ് മനസ്സിന്റെ വെപ്രാളം, റെസ്റ്റ്ലെസ്നെസ് ഒക്കെ കുറഞ്ഞ് മനസ്സ് ഏകാഗ്രമാവും. 3-മത്തത്, ആ രൂപത്തെ എവിടെ കാണണം? ഉള്ളിൽ കണ്ട് ആത്മ സമർപ്പണം നടത്തുമ്പോഴാണ് അവനവന്റെ കർത്തവ്യം, അതുപോലെ അനുഭവം, അതുപോലെ തന്നെ സേവനം, ഈ കാര്യങ്ങളൊക്കെ ആത്മാർത്ഥതയോടെ കൊണ്ടു നടക്കാൻ അതിന് സാധിക്കട്ടെ. അതിന് എനിക്ക് കിട്ടിയ അവസരത്തെ ഞാൻ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടും എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവനവന് സമർപ്പിക്കുമ്പോഴാണ് സമചിത്തത വരുന്നത്. തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലേക്കും, രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്കും, സത്വഗുണത്തിൽ നിന്ന് സമചിത്തതയിലേക്കും നമ്മളെ വികസിപ്പിക്കുന്ന, പരിവർത്തനം വരുത്തുന്ന, ഉയർത്തുന്ന, ട്രാൻസ്ഫോം ചെയ്യുന്ന കേന്ദ്രമാണ് ക്ഷേത്രം. എത്ര ഭംഗിയായിട്ടാണ് ഋഷി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇതൊരു പള്ളിയിൽ പോകുന്ന പോലെയല്ല, മനസ്സിലായില്ല? ഇതൊരു പള്ളിയിൽ പോകുന്ന പോലെയല്ല ഇതൊരു പരിവർത്തന കേന്ദ്രമാണ്. ഇങ്ങനെ ആയിരുന്നു നമ്മൾ വളർന്നതെങ്കിൽ കഴിവില്ലാത്തവരായി പറയൂ ആരും ഉണ്ടാവില്ല. അപ്പം ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രൻ എന്ന് പറയാനാണോ സനാതനധർമ്മം? അതിനല്ല. സനാതനധർമ്മം മനുഷ്യനെ ശൂദ്രനിൽ നിന്നും ബ്രഹ്മത്തിലേക്ക് എത്തിക്കുന്ന പരിവർത്തനത്തിൻ്റെ മാർഗമാണ് സനാതന ധർമ്മം. ബ്രഹ്മമാണ് സനാതനം. അതിലേക്ക് ഉയർത്തുന്ന ധർമ്മത്തെയാണ്, മാർഗത്തെയാണ് സനാതന. അവർക്ക് പറയൂ, ശരിയാണോ ഞാൻ പറഞ്ഞത്? ഞാൻ പറയുന്നത് ശരിയാണോ? നിങ്ങൾ പലരും കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ? ഞാൻ ശാസ്ത്രവിധി പ്രകാരമാണോ പറയുന്നത്? ബ്രഹ്മസായുജ്യം, ബ്രഹ്മസാക്ഷാത്കാരം, അതല്ലേ ലക്ഷ്യം? ഹിന്ദുവിന്റെ ലക്ഷ്യം അതാണോ? 2nd ചാപ്റ്റർ ഗീത എടുത്തു നോക്കൂ. കൃഷ്ണൻ പറയുന്നുണ്ട് 2nd ചാപ്റ്ററിൽ ലാസ്റ്റ്, ഏഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ഥാനൈനാം പ്രാപ്യ വിമുഖ്യതി സിത്വാസ്യ മന്ദകാലേബി ബ്രഹ്മനിർവാണം ഋച്ഛതി എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. അപ്പൊ ഹിന്ദുവിന്റെ ജീവിത ലക്ഷ്യം ബ്രഹ്മനിർവാണത്തിലേക്ക് എത്തലാണ് എന്ന് പറയുമ്പോൾ ഹിന്ദു ഒരിക്കലും ജാതിയും പറഞ്ഞിരിക്കാനല്ല, മനുഷ്യനെ ആരിലേക്ക് എത്തിക്കണം? ബ്രഹ്മത്തിലേക്ക് എത്തിക്കാൻ. അതിന് എല്ലാവരും യോഗ്യരാണ്. എന്നാൽ ചിലരെന്താ യോഗ്യരല്ലാത്തത്? കാരണം തമോ ഗുണം അധികരിച്ചിരിക്കണോ. അപ്പൊ തമോ ഗുണത്തെ എങ്ങനെയാ മാറ്റേണ്ടത്? പ്രദക്ഷിണം ചെയ്തോളണം. മനസ്സിലായില്ലേ? ആക്ഷൻ കൊണ്ടേ ഒരു ലതാർജി മാറ്റാൻ പറ്റുള്ളൂ.
ആക്ഷൻ ഇല്ലാതെ പറ്റില്ല. ഉപദേശിച്ചത് കൊണ്ട് യാതൊരു പറയൂ കാര്യമില്ല. അതുകൊണ്ട് ഈ വെക്കേഷനിലൊക്കെ ഉണ്ടല്ലോ, വരാൻ പോകുന്ന വെക്കേഷനിൽ കാലത്തെണീറ്റ് എവിടെ പോണം? അമ്പലത്തിൽ പോയിട്ട് ചുളുവിൽ ഒളിവിൽ തൊഴുതു വരികയാണോ? അല്ല, അങ്ങനെ തൊഴുതിട്ട് യാതൊരു കാര്യമില്ല. എന്ത് ചെയ്യണം? ആദ്യം പ്രദക്ഷിണം വെക്കുമ്പോഴാണ് ഉള്ളിലുള്ള തമോ ഗുണം ക്ലിയർ ആണോ പറയുന്നത്? തമോ ഗുണം എന്താവും? എനർജി കാൺ ബി ക്രിയേറ്റഡ്, ബട്ട് എനർജി ക്യാൻ ബി ട്രാൻസ്ഫോംഡ്. ഫിസിക്സ് ആണ് ചെയ്യുന്നത്. ഫിസിക്സ് ട്രെയിൻ ചെയ്യാണ്. എന്താ നോക്കൂ നിങ്ങൾ, ഫിസിക്സ് അവിടെ പഠിപ്പിക്കുകയാണ്, ഇവിടെ പരിശീലിക്കുകയാണ് നമ്മള്. ഫിസിക്സ് എക്സ്റ്റേണൽ എനർജിയെ കുറിച്ച് പറയുന്നു, ഇത് ഇന്റേണൽ എനർജിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതല്ലേ ഗ്രേറ്റ്? ആണോ? അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയക്കാര് തലകുത്തി മറഞ്ഞിട്ടും ഹിന്ദു മതത്തെ തൊട്ടാൻ പറ്റാത്തത്. കാരണം എഴുതി വെച്ചിരിക്കുന്ന അത്ര പെർഫെക്റ്റ് ആണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഓരോ ശ്ലോകങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നോക്കൂ, നിങ്ങൾക്ക് അതിനോട് ആ റെസ്പെക്ട് വരികയാണോ അല്ലയോ? പറയൂ നിങ്ങൾ. ഇതിന്റെ ആ ഒരു സയൻസ് ഉൾക്കൊള്ളുമ്പം നമുക്ക് മനസ്സിലായി, ഇത്രയും മനുഷ്യനെ ശ്രേഷ്ഠനാക്കുന്ന ഒരു കൃതി പറയൂ ലോകത്തിലില്ല. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ കുട്ടികൾ വളർന്നിരുന്നെങ്കിൽ ലോകത്തിന്റെ നെറുകയിലെത്തുമായിരുന്നു നമ്മുടെ കുട്ടികൾ. പക്ഷേ നമുക്കതിലൊന്നും വലിയ താല്പര്യമില്ല. നമുക്ക് ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന പുസ്തകമാണ് വലുത്. എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ പുസ്തകം എന്നോ മാറ്റി നിൽക്കണം. കണ്ടവൻ എഴുതി വെച്ച പുസ്തകം പഠിക്കലല്ല ജോലി, സ്വയം കണ്ടെത്തുന്നതാണ് ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ, അല്ലേ? അവനവൻ്റെ ഉള്ളിലുള്ള റിസോഴ്സ് ഉണ്ട്. ഇപ്പം ഞാൻ ഈ പറയുന്നതൊന്നും ഒരു പുസ്തകത്തിലുള്ള ഞാൻ ശ്ലോകങ്ങൾ കോട്ട് ചെയ്യുന്നു എന്നല്ലാതെ ഇന്റർപ്രിട്ടേഷൻ നമ്മൾ പഠിച്ചതും നമ്മൾ മനസ്സിലാക്കിയത് സാധന ചെയ്യുന്നത് വെച്ച് പറയുകയാണ്. ആണോ? ആണോ അല്ലയോ? അതുകൊണ്ടാണല്ലോ ഓരോ ആചാര്യന്മാരും ഡിഫറെന്റ് ഇന്റർപ്രിട്ടേഷൻ പറയുന്നത്. അപ്പൊ അവരവരുടെ സാധന, അവരവരുടെ കൺവിക്ഷൻ, അവരവരുടെ ക്ലാരിറ്റി, അത് ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും ഉണ്ട്. നിങ്ങൾ മെനക്കെട്ടാ നിങ്ങൾക്ക് കിട്ടും. ഇതൊരാൾക്കായിട്ട് തന്നൊന്നുമല്ല, എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. ഉണ്ടോ ഇല്ലയോ? പറയൂ. ആരാ ഇവിടെ മോശക്കാര്? ഇവിടെ ആരെങ്കിലും മോശക്കാരാണോ? അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത് നോ വൺ ഈസ് യൂസ്ലെസ്, ബട്ട് യു യൂസ്ഡ് ലെസ്. നിങ്ങളാണ് കൊള്ളരുതാത്തവരാക്കിയത്. നോ വൺ ഈസ് യൂസ്ലെസ്. നിങ്ങൾ അവരെ വേണ്ട പോലെ അവരെയല്ല, നിങ്ങൾ നിങ്ങളെ തന്നെ വേണ്ട പോലെ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ഒന്ന് മെനക്കെടണം, പണിയെടുക്കണം. അപ്പൊ നിങ്ങൾക്ക് കാണാം ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹം. ജീവിതം ഒരു ദുഃഖവും ഇല്ല. പിന്നെ ഈ ദുഃഖക്കാർക്കറിയോ? തമോ ഗുണം കൊണ്ട് നടക്കുന്ന, രാവിലെ തന്നെ എന്ന് പറഞ്ഞ് നടക്കുന്നവര് ഈ തേങ്ങ ചിരകുന്ന പോലെയാണ്. രാവിലെ തുടങ്ങും പരാതികള്. മനസ്സിലാവുണ്ടല്ലോ? ഈ രീതിയിൽ ജീവിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമല്ല. ഞാൻ കൈകൂപ്പി പറയാണ്, രാവിലെ എണീറ്റ് ഏതെങ്കിലും അടുത്ത അമ്പലത്തിൽ പോവുക, ഒരു 8-9 തവണയെങ്കിലും എന്ത് ചെയ്യണം? പ്രദക്ഷിണം വെക്കുക. എന്നിട്ട് ഒരു ഭാഗത്തിരുന്ന് അല്ലെങ്കിൽ നിന്ന് കുറച്ച് ഓങ്കാരവും നാമവും ജപിക്കുക. മനസ്സിൽ കാണുക രൂപം. ധ്യാനനിരതരായിട്ട് ഭട്ടതിരിപ്പാട് ധ്യായാമോ, ധ്യാനിക്കണം. മഞ്ജീരം മഞ്ജുനാഥൈ ഇവ പദഭജനം ശ്രേയ ഇത്യാലബന്ധം പാദാഗ്രം ഭ്രാന്തിമജ്ജൽ പ്രണതജനമനോ മന്ദരോത്താരകൂർമ്മം ഉത്തുംഗാതാമ്രരാജൻ നഗരഹിമകര ജ്യോത്സ്നയാ ചാശ്രിതാനം സന്താപത്വന്തഹന്ത്രിം തതിമനുകലൈ മംഗലാം അങ്കുലീനം യോഗീന്ദ്രാണാം ത്വദംഗേഷു അധിക സുമധുരം മുക്തിഭാജം നിവാസോ ഭക്താനം കാമവർഷ ദ്യുതരുകിസലയം നാദതേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യ സിന്ധോ കൃത്വാ നിശേഷതാപൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മി. ഉള്ളിൽ കാണണം, ചിത്തത്തിൽ കാണണം, ആ പാദമൂലം കാണണം. അങ്ങനെയൊക്കെ പണിയെടുത്താൽ, മെനക്കെട്ടാൽ നന്നാവും. ആര് നന്നാവും? ആര് നന്നാവും? അവനവൻ നന്നാവും. എന്ന് പറഞ്ഞാൽ നിങ്ങളെ നന്നാക്കാൻ
നിങ്ങൾക്കേ പറ്റുള്ളൂ, നിങ്ങൾക്ക് സാധിക്കും. അതിനൊന്ന് പണിയെടുക്കണം, മെനക്കെടണം, കാലത്ത് എണീക്കണം. വേണോ? എത്ര പേര് നന്നാവാൻ തീരുമാനിച്ചു? അപ്പൊ അതിനർത്ഥം ഇതുവരെ നോക്കിയിട്ടില്ല എന്നല്ല അർത്ഥം. അതും നല്ലൊരു തെളിവല്ലേ ഇപ്പൊ അത്? നല്ലൊരു ജന്മം കൊണ്ടുപോയി പുകച്ചു തീർക്കേണ്ട വല്ലൊരു കാര്യമുണ്ടോ? മനസ്സിലായില്ലേ? ഇത് നിങ്ങൾ ഉൾക്കൊണ്ട ആരെ കുറിച്ച് ദുഃഖിക്കണം? സത്യം പറഞ്ഞ ഇവിടെ ആത്മഹത്യയില്ലേ നിങ്ങള്? ഭർത്താവ് ശരിയല്ല, അവള് ശരിയല്ല, ഇവൻ ശരിയല്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ് ഇരിക്കില്ലേ നിങ്ങള്? ശരിയില്ലാത്തവരവിടെ ശരിയല്ലേതിരിക്കട്ടെ, ഞാൻ എൻ്റെ വഴി. മനസ്സിലായില്ലേ? അല്ലാതെ നിങ്ങൾക്ക് ഒരാളെ നേരെയാക്കി ഇവിടുന്ന് രക്ഷപ്പെടാമെന്നൊരിക്കലും എന്താ മിണ്ടാത്തത്? വിചാരിച്ചിട്ട് കാര്യമില്ല. കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഗുരുവായൂരിലാണോ അറിയില്ല, ഒരു ആള് എന്ത് ടെൻഷൻ വന്നാലും ഒരു പ്രശ്നവുമില്ലാതെ പുഞ്ചിരിക്കും. അയാൾക്ക് എന്ത് ടെൻഷൻ വന്നാലും ഉടനെ അയാൾ പേഴ്സ് എടുക്കും, നോക്കും, ചിരിക്കും. എല്ലാവരും വിചാരിച്ചു ഗുരുവായൂരപ്പന്റെ ചിത്രമായിരിക്കുന്ന. അപ്പൊ നോക്കുമ്പോൾ ഗുരുവായൂരപ്പന്റെ ചിത്രമല്ല, ഒരു പെണ്ണിന്റെ ചിത്ര. അപ്പൊ ആരോ ഇദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് അത്ര ശരിയില്ല കേട്ടോ. അയാൾക്ക് ടെൻഷനിൽ വരുന്ന സമയത്തൊക്കെ അയാൾ ഏതോ പെണ്ണിന്റെ ഫോട്ടോ ഒക്കെ നോക്കിയിട്ട് അയാൾക്ക് എന്തോ ഒരു ആവേശമൊക്കെ കാണുന്നുണ്ട്. ഭാര്യയ്ക്ക് ഇത് കേട്ടാ പോരെ, സംശയം കയറി പിടിച്ചില്ലേ? ഈ മനുഷ്യൻ വേറൊരു അക്കൗണ്ട്, ഗൂഗിൾ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നു. വരട്ടെ ഇങ്ങോട്ട്, ഞാൻ ശരിയാക്കി കൊടുക്കണം. അയാളുടെ ഫേസ്ബുക്ക് ഞാൻ ഫേസ് ആക്കി കൊടുക്കുന്നു. ഇതൊക്കെ മനസ്സിൽ വിചാരിച്ച് ഭർത്താവ് വന്നപ്പം ചായയൊക്കെ അവിടെ വെക്കി, ആദ്യം ഇത് നോക്കട്ടെ, പേഴ്സ് എടുക്കുന്ന. ഭർത്താവ് പറഞ്ഞു, എന്തിനാ സുഭദ്ര നിനക്ക് എൻ്റെ പേഴ്സ്? കാണണമെന്ന് നിർബന്ധിച്ച് പേഴ്സൊക്കെ കൊടുത്തു. പേഴ്സ് നോക്കിയപ്പോ ഭാര്യ ശരിക്കും ഞെട്ടിപ്പോയി. ഭാര്യയുടെ ഫോട്ടോ. ഈ മനുഷ്യന്റെ പെരുമാറ്റത്തിൽ അങ്ങനെ തോന്നിയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഭാര്യ കൈയൊക്കെ പിടിച്ചിട്ട് പറഞ്ഞു, ക്ഷമിക്കണം, അത്രയൊക്കെ സ്നേഹമുണ്ട്, ഇപ്പോഴാ മനസ്സിലായതെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ വിചാരിക്കരുത് സുഭദ്രേ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ടെൻഷൻ വരുമ്പം ഈ ഫോട്ടോ നോക്കുമ്പോൾ എൻ്റെ മനസ്സ് പറയും, ഇത്രയും വലിയൊരു പ്രശ്നം നിനക്ക് ഡീൽ ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെയുണ്ടോ ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ? ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചിട്ടേ അല്ല പറഞ്ഞിട്ടോ, ഇത് വേറെ ആരുടെ ഒരു കഥ, ആരോ പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. എനിക്കിപ്പോ നിങ്ങളെന്തിനാ അതൊക്കെ? അതായത് ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും ദുഃഖിക്കാനോ വിഷമിക്കാനോ പരാതി പറയാനോ പരിഭവം പറയാനോ എന്തൊക്കെ ഉണ്ട്. നോക്കൂ, കൃഷ്ണന്റെ ജീവിതത്തിന് എടുത്തു നോക്ക്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് അല്ലേ? അപ്പൊ സമാധാനം കിട്ടിയിട്ടുണ്ട്. കൃഷ്ണനൊക്കെ കിട്ടിയിട്ടുണ്ടാവും. കൃഷ്ണനെ ഇൻസൾട്ട് ചെയ്യുന്ന ദുര്യോധനൻ ഇൻസൾട്ട് ചെയ്യുന്നത് ശിശുപാലൻ ഇൻസൾട്ട് ചെയ്യുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? ശിശുപാലനൊക്കെ അപമാനപ്പെടുത്തുന്ന വാക്കുകൾ കേട്ടാ പിന്നെ നിങ്ങൾക്ക് ആ സമയത്ത് തോലൂരി. അത്ര മോശം വാക്കുകളെ ശിശുപാലൻ ഉപയോഗിച്ച്. കൃഷ്ണനെ നോക്കി ജീവിച്ചിരുന്ന കൃഷ്ണൻ. അപ്പൊ ഇതിലൂടെയൊക്കെ കടന്നു പോയിട്ടും ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ട് ആ പുഞ്ചിരിച്ചുകൊണ്ട് കടന്നു പോകുന്ന കൃഷ്ണൻ. അതല്ലേ ജീവിതം? അതല്ലേ ജീവിതം? ആണോ? ഈ ധൈര്യം നമുക്കുണ്ടാവണമെങ്കിൽ ഇത് പരിശീലിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. എപ്പോഴും ഒരു കാര്യം മനസ്സിൽ വെച്ചോളൂ, വിത്തൗട്ട് പരിശീലനം, അഭ്യാസം വിന ഒന്നും ഉണ്ടാവാൻ പോകില്ല. അഭ്യാസമില്ലാതെ ഒരു സംഗതി കിട്ടാൻ പോകില്ല. നിങ്ങൾക്ക് നന്നാവണോ, നിങ്ങൾ എണീറ്റ് പണിയെടുക്കണം, പരിശീലിക്കണം. നിങ്ങൾക്കുയരണോ, നിങ്ങൾ കാലത്തെണീറ്റ് വല്ല അമ്പലത്തിൽ പോയോ, അല്ലെങ്കിൽ കുറച്ച്, ഇനിയിപ്പോൾ അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, പ്രാണായാമം, പ്രത്യാഹാരം, നിത്യ വിവേക വിചാരം, വ്യാപ്യസമേതം സമതിവിധാനം, കുർവവദാനം മഹദവദാനം, ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമത്. ആദിശങ്കരാചാര്യ സ്വാമി പറയുന്നു, കുറച്ചു നേരം ഇരുന്ന് പ്രാണായാമം ചെയ്യൂ, അപ്പോഴും തമോ ഗുണം പോവും. ജപിക്കൂ, രജോ ഗുണം പോവും. ഉള്ളിൽ ധ്യാനം ചെയ്യൂ, സത്വഗുണം ക്രമേണ സമചിത്തമാവും. ഇത് ഉള്ളിൽ നിങ്ങൾക്ക് പരിശീലിച്ചെടുത്താൽ സാധിക്കും. അമ്പലത്തിൽ പോയാൽ എളുപ്പമാണ്, ഇതിത്തിരി മെനക്കടൽ കൂടുതലാണ്, പ്രാണായാമമൊക്കെ പഠിക്കേണ്ടതുണ്ട്. ഈ രീതിയിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ പരിശീലനം വേണം.